കൊച്ചി കണ്ണമാലിയിൽ വ്യാപക കടൽക്കയറ്റം, വീടുകളിൽ വെള്ളം കയറുകയാണ്. പ്രദേശത്ത് നാട്ടുകാർ റോഡ് ഉപരോധിക്കുകയാണ്. അവിടെ നിന്ന് വിശദാംശങ്ങളുമായി സഖിൻ ആന്റണി ചേരുകയാണ്. സഖിൻ, അതീവ ദുരിതകരമായ കാഴ്ചകളാണ് അവിടെ നിന്ന് വരുന്നത്. അത്രയും ഉള്ളത് വീടുകളിലേക്ക് വ്യാപകമായി വെള്ളം കയറുന്ന സാഹചര്യം. പ്രതിഷേധിക്കുക എന്നുള്ളത് മാത്രമാണ് നാട്ടുകാരുടെ മുമ്പിലുള്ള ഏക പോംവഴി. മാത്രമല്ല, വീടുകൾ ഉപേക്ഷിച്ചു പോവുക എന്നുള്ളതും. എന്താണ് സഖിൻ അവിടുത്തെ കാഴ്ചകൾ? സംഗീത തുടർച്ചയായി 9ാം ദിവസമാണ് ഓരോ വീടുകളിലേക്ക് വെള്ളം കയറുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് അവിടുത്തെ തന്നെ ഒരു ഉള്ളിലേക്കുള്ള വീടുകളിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതിലും കൂടുതലാണ് ആ റോഡിൻ്റെ വശങ്ങളിലൊക്കെ ഈ കാണുന്നത് പോലെ തന്നെ ഓരോ വീടുകളും നമുക്ക് കാണാം. പ്രായമായ മനുഷ്യരും കൊച്ചു കുട്ടികളും എല്ലാം ഇവരെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒട്ടുമിക്ക വീടുകളും വെള്ളം കയറി അത് നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണതാ. ഇവിടെ കൂടിയൊക്കെ ഇങ്ങനെ നടക്കുക എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസകരമായിട്ടുള്ളൊരു കാര്യമാണ് സംഗീത. ഈ വീടുകൾ മുഴുവൻ വെള്ളം കയറി ആളുകൾക്കൊന്നും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കഴിഞ്ഞ 9 ദിവസമായി ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാ മഴക്കാലത്തും ഇവർ അനുഭവിക്കുന്നതാണ്. പ്രത്യേകിച്ചും മഴയും കാറ്റും കൂടാതെ കടൽക്കയറ്റവും കൂടി ഉണ്ടായിക്കഴിഞ്ഞ് ജീവിക്കാൻ ആളുകൾക്ക് പറ്റാത്തൊരു സ്ഥിതി. പ്രായമായ അമ്മച്ചിമാരൊക്കെ ഈ വയ്യാത്ത കുട്ടികളൊക്കെ ആയിട്ട് എങ്ങനെ ഈ ഭിന്നശേഷിക്കാരിയായി കൊച്ചി, ഞാൻ ഈ കൊച്ചിനെ കൊണ്ട് എവിടെ പോകും? ഒരു സ്ഥലത്തും എനിക്ക് ഇത് കണ്ടായി പെരടാത്തിരിക്കാൻ പറ്റില്ല. ഒരു പിടി ചോറ് കൊണ്ടുവന്ന് തന്നിട്ട് ആ ചോറൊന്ന് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതിന് ഉച്ചക്കുടങ്ങി വെള്ളം കയറണതാണ്. അടുക്കളയിലൊക്കെ എല്ലാം വെള്ളം കയറി കിടക്കണേ. ഈ കൊച്ചിനെയും ഈ അമ്മനെയൊക്കെ ആയിട്ട് ഞാൻ എങ്ങോട്ട് പോകാനാണ്? വേറെ ആരുമില്ല ഇവിടെ. അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. 3 വർഷം ഇരിക്കണത് നടക്കാൻ പറ്റില്ല എനിക്ക്. അതുകൊണ്ടാണ് ഉച്ചക്ക് അവരുകൊണ്ടൊന്നും ഒരേ ചോറ് തിന്നു, പക്ഷെ അത് കഴിക്കാൻ പറ്റിയിട്ടില്ല. ചോറൊന്നും ഇതിന് വാരി കൊടുക്കണം, അത് വാരി കൊടുക്കാൻ പറ്റില്ല. പ്രായമായ ഈ അമ്മച്ചിയും ഒപ്പം തന്നെ ഈ കുഞ്ഞൊക്കെ സംഗീത എൻ്റെ അമ്മച്ചിയുടെയൊക്കെ പ്രായമാണ് ഈ അമ്മച്ചിക്കൊക്കെ. ഇവരൊക്കെ ഇവിടെ നിന്ന് അനങ്ങാവില്ല. കുഞ്ഞിനൊക്കെ തീരെ വയ്യാത്ത കുഞ്ഞാണ്. നമ്മൾ നിൽക്കുമ്പോൾ തന്നെ ആ കുട്ടിയെ കാണിക്കണ്ട, ആ കുട്ടി ഡിസ്റ്റർബൻസ് ഉണ്ടാക്കി. അതിന് വയ്യ, കഴിയുന്നില്ല ആളുകളെ കാണാനായിട്ട്. എങ്ങനെ ഇവിടെ ഈ മനുഷ്യർ ജീവിക്കും എന്നുള്ളതാണ് സംഗീത. ഭയങ്കര ഈ കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാ വീടുകളിലും ഇങ്ങനെ വെള്ളം കയറി അടുക്കളയിലും ഭക്ഷണമൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. സിലിണ്ടർ അടപ്പൊക്കെ എല്ലാം പോയിരിക്കണേ, എല്ലാം പോയി കിടക്കണേ. അടപ്പും എല്ലാം ഗ്യാസ് അടപ്പും സിലിണ്ടറൊക്കെയാണ് ആ വെള്ളത്തിൽ കിടക്കണത്. അതിൽ നിന്ന് എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാൻ? അത് തന്നെയാണ് സംഗീത. ഒട്ടുമിക്ക വീടുകളിലും ഇത് തന്നെയാണ് സ്ഥിതി. ഈ വീട്ടിലാണെങ്കിൽ ഒരു പ്രായമായ അമ്മയോ അച്ചേച്ചിയോ കുഞ്ഞും മാത്രമേ ഉള്ളൂ. അവിടെ ഉണ്ടായിരുന്ന അപ്പച്ചൻ, അദ്ദേഹം മരണപ്പെട്ടു. വലിയ ദുരിതം തന്നെയാണ് പാവങ്ങളെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് ഇവരുടെയൊക്കെ ഒരു ആയുസിൻ്റെ സമ്പാദ്യമാണ് ഇങ്ങനെ വെള്ളം കയറി ഇല്ലാതെയായി പോണത്. ഇത് കാണുമ്പോൾ നമുക്ക് എന്ത് കാലങ്ങളായി ഇവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഒന്നില്ലെങ്കിൽ ഒരു പുലിമുട്ട് വേണം, അതല്ലെങ്കിൽ ഇവർക്ക് ശാശ്വതമായൊരു പരിഹാരം വേണമെന്നുള്ളത്. ഇതൊന്നുമില്ലാതെ ഈ മനുഷ്യർ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നാളേറെയായി. എല്ലാ വീടുകളുടെ അവസ്ഥ ഇത് തന്നെയാണ്. ഇതില്ല അമ്മച്ചിയൊക്കെ ഓരോരുത്തരും കാത്തിരിക്കണേന് അവരുടെ ഒരു പ്രയാസം ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട്, അധികാരികളിലേക്ക് എത്തിക്കാൻ. ഇത് ഞാൻ കഴിഞ്ഞ 14 വർഷത്തിലധികമായി ഈ തൊഴിൽ ചെയ്യുന്ന കാലം മുതൽ തന്നെ മറ്റു ചാനലുകളിലെ റിപ്പോർട്ടറിലും 24-ലൊക്കെ ആയിരുന്ന സമയത്തും ഇതേ ദുരിതം ഈ ആളുകളുടെ ഇതേ ദുരിതം തന്നെ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിച്ചതാണ്. പക്ഷേ ജനപ്രതിനിധികൾ ആരും ഒന്നും ഇവരെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ 9 ദിവസമായി ഇവരിത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അമ്മച്ചിയൊക്കെ കുഞ്ഞിനെ പിടിച്ച് പ്രശ്നമില്ല. എന്ത് ഇത്? വീട് എവിടെയാ? എന്റെ വീട് അപ്പുറത്താണ്, അവിടെ ആവശ്യത്ത്. ആരൊക്കെ വീട്ടിൽ? എനിക്ക് 81 വയസ്സായ അമ്മ മാത്രമേ ഉള്ളൂ. വേറെ ആരില്ല. അമ്മനെ ഇവിടെ കൊണ്ടുവന്നിരുത്തിയേക്കാണ്. അവിടെയും വെള്ളം പൊങ്ങിയിട്ട് ഇപ്പൊ അമ്മനെ എന്ത് ചെയ്യുന്ന ഓർക്കുകയാണ് ഞങ്ങള്. അതെ. ഇത് ഭക്ഷണമൊക്കെ പാകം ചെയ്യാൻ പറ്റുമോ? ഇവിടെ ഇത്തിരി പൊക്കത്തിലായതുകൊണ്ട് പ്രശ്നമില്ല. അറിയിട്ടില്ല. അത് കാരണം വീടുകളിലൊക്കെ എല്ലായിടത്തും കണ്ടത്. ആ വീടൊക്കെ കണ്ട വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഞങ്ങളിപ്പോ പൊതിച്ചോറാണ് അവിടെ നിന്ന് തന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് 2020 കയറി. അത് തന്നെയാണല്ലേ എല്ലാ സ്ഥലങ്ങളിലും ഇത് തന്നെയാണ് സ്ഥിതി എന്ന് തോന്നല്ലേ? അതെ. ഇപ്പൊ അമ്മനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അവിടെയും വെള്ളം നിറഞ്ഞു. ഈ പ്രായമായ അമ്മച്ചിമാരൊക്കെ ഉണ്ടെങ്കിലേ സംഗീത, അവരൊക്കെ എന്ത് ചെയ്യാനാ? അവരൊക്കെ എങ്ങനെ? എവിടെയാണ് കുഴി? എവിടെയാണ് ഈ വീടുകളിലൊക്കെ? ഇത് കണ്ടോ, ഈ മതിലിൻ്റെയൊക്കെ പകുതിയിലധികം പൊങ്ങിക്കഴിഞ്ഞു വെള്ളം വന്നുകൊണ്ടിരിക്കണേ. കടലിങ്ങനെ കയറിക്കൊണ്ടിരിക്കണേണ് ഓരോ ഭാഗങ്ങളിൽ നിന്ന്. നമുക്കറിയാം കാലങ്ങളായിട്ട്. അലോഷി ഇതാ വീടൊക്കെ ഗേറ്റൊക്കെ അടച്ചു.
വീട്ടിലെല്ലാ വീടുകളിലേക്കും വെള്ളം കയറി ആളുകളിങ്ങനെ വെള്ളം കയറാതിരിക്കാൻ പല പ്രതിരോധ മാർഗങ്ങൾ അവരുണ്ടാക്കുന്നുണ്ടെങ്കിലും പക്ഷെ അതൊക്കെ ഇല്ലാതെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റാതെ ആളുകളൊക്കെ ഇങ്ങനെ നിൽക്കണേണ്. എല്ലാ ഇടങ്ങളിലും ഇവിടെയൊക്കെ വെള്ളം കയറി ആകെ ദുരിതമാണ്. കണ്ണമാലി ഇത് 4 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇത്തരത്തിൽ വെള്ളം കയറിയേക്കണത്. ഇത് കഴിഞ്ഞ 9 ദിവസമായി ഇത് തുടർന്നുകൊണ്ടിരിക്കണതാണ്. ഇങ്ങനെ വീടുകളിൽ വെള്ളം കയറുന്നത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു പുലിമുട്ട് വേണം, പുലിമുട്ടുണ്ടെങ്കിൽ ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ആളുകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, വീടും ഉപേക്ഷിച്ച് പോകേണ്ടി വരുന്നൊരവസ്ഥയാണ് ഒട്ടുമിക്ക ആളുകളുള്ളത്. ഈ വീടുകളിലൊക്കെ പല വീടുകളിൽ നിന്നും ആളുകളൊക്കെ ഒഴിഞ്ഞു പോയി കഴിഞ്ഞിരിക്കുന്നു. ചിലതൊക്കെ വീട് ഉയർത്തി വെച്ചിരിക്കുന്നത് കൊണ്ട് അങ്ങോട്ടൊന്നും വെള്ളം കയറുന്നില്ല. പക്ഷേ ഒട്ടുമിക്ക വീടുകളിലും വെള്ളം കയറാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഈ കടലിന് തൊട്ടടുത്തുള്ള വീടുകളേക്കാൾ കൂടുതൽ അതിന് ഉള്ളിലേക്ക് പുറമേക്ക് പോകാൻ നേരത്താണ്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ റോഡ് വശങ്ങളിലേക്കൊക്കെ പോകാൻ നേരത്താണ് കൂടുതലായി വെള്ളം കയറുന്നത്. എല്ലാ ഇടങ്ങളിലേക്കും വെള്ളം കയറാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി അങ്ങോട്ട് കൂടുതലിടങ്ങളിലേക്ക് പോയാൽ അപകടം കൂടുതലായി ഉണ്ടാവും എന്നുള്ളതാണ്. തീർച്ചയായും സഹിൻ അത് മനസ്സിലാക്കുന്നു. ഇവരുടെ ഈ ഉപരോധം, ഇക്കാര്യങ്ങളിൽ പ്രതിഷേധം അവർ നടത്തുന്നുവെന്നാണ്. അവർക്ക് ആകെ മാർഗം അത് മാത്രമാണ്. അത് എത്തരത്തിലാണ് അവിടെ ഉള്ളത്? അവിടെ അതിൽ അധികൃതരുടെ ഭാഗത്തുനിന്നും എന്തെങ്കിലും പ്രതികരണം ഈ ഘട്ടത്തിൽ വന്നിട്ടുണ്ടോ? അല്ല, ഈ 9 ദിവസമായിട്ട് ഇങ്ങോട്ടേക്ക് ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത എന്ന് പറയുന്നത്. കാണാം, ഓരോ വീടിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഓരോ വീടിൻ്റെ അവസ്ഥ ഇതെല്ലാ വീടുകളും വെള്ളം കയറി അമ്മച്ചിയൊക്കെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത നിലയിൽ ഇങ്ങനെ നിൽക്കണേണ്. വണ്ടിയൊക്കെ മുങ്ങിപ്പോയി. ഹലോഷി, സിലിണ്ടറൊക്കെ വെള്ളത്തിലാ, ഭക്ഷണമൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അവിടെ അമ്മച്ചി നടക്കണ്ട വീഴും. ഞങ്ങൾ നോക്കിയേക്കാം. എല്ലാ സ്ഥലത്തും വെള്ളം കയറിയല്ലേ? എല്ലാ സ്ഥലത്തും വെള്ളം കയറി, എല്ലാം നശിഞ്ഞ്. ഇപ്പൊ ഓരോ കൂട്ടം തുടച്ചിങ്ങനെ വന്നുണ്ട്. പറയാൻ പറ്റിയല്ല, സങ്കടം വന്നുണ്ട്. അത് പറ്റിയല്ല. ഇതൊന്നും ഇങ്ങനെ തന്നെ, ഇന്നലെ ഇത് തന്നെയായിരുന്നു. ഈ ആഴ്ച മുഴുവനും ഇത് തന്നെ. പെറുക്കി കൂട്ടലും സോഫായും കട്ടിലും എല്ലാം മാറ്റി. ആൾമാരി വർക്കേരിടത്ത് ആൾമാരി അടിയില്ലത്തെ തട്ടയിൽ മൊത്തം നനഞ്ഞ് ചീഞ്ഞിരിക്കും. കഴിഞ്ഞാൽ അതൊന്നും ചെയ്യാൻ പറ്റിയല്ല. അങ്ങനെ കൂടി ഒന്നും സാറ് നോക്കാം, അതിനകത്തൊക്കെ വെള്ളമാണ്. അത് തന്നെയാണ് സംഗീതം. ഒരു ആയുസിൻ്റെ മുഴുവൻ സമ്പാദ്യമാണ് ഈ മനുഷ്യരുടെ. അവരൊക്കെ ഒരു ആയുസിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഈ സമ്പാദ്യമാണ് ഈ ഇങ്ങനെ കടൽ കയറി ഇല്ലാതെയായി പോകുന്നത്. ഇവർ പല ഘട്ടങ്ങളിൽ തുടർച്ചയായി കല്ലിപ്പോ ഇടിഞ്ഞ് വീണെല്ലാം വീണ് കിടക്കണേ. അവിടെ മൂത്ത മകൻ അപ്പുറത്ത് താമസിക്കുന്നുണ്ട്. അവൻ്റെ പെരയുടെ പുറകെ പെരമേലാണ് വന്ന് കുത്തണത്. പെരമേ വന്ന് കുത്തിയിട്ട് അതിൻ്റെ തറയും എല്ലാം വ്യവസ്ഥയൊക്കെ പൊട്ടി നടയിൽ രൂപത്തിലാണ് വന്ന് വെള്ളം വീഴണ. ജനല എന്നും മാറ്റലാണ്, എന്നും ജനലയുടെ ഇതൊക്കെ മാറ്റി വിചാരിയൊക്കെ പിടിപ്പിക്കലാണ് ചെയ്യണം. അത്രയും സങ്കടമുണ്ട്, പറയാൻ പറ്റിയല്ല. എന്തു പറയാനാ? ഇത് തന്നെയാണ് സംഗീത. വലിയ ദുരിതമാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് നമുക്കറിയാലോ, ഒരാളുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് വീടെന്ന് പറയുന്നത്. ഇപ്പോൾ സംഗീതയായാലും എന്നെയാണേലും നമ്മളൊക്കെ ഒരു വീട് സ്വപ്നം കാണുന്ന മനുഷ്യരാണ്. അങ്ങനെ ഒരു ആയുസ്സിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സമ്പാദ്യം ആകമാനം ഈ കടലെടുത്ത് കൊണ്ടുപോകുന്നത് കൺമുന്നിൽ കണ്ടു നിൽക്കേണ്ടി വരുന്ന മനുഷ്യൻ, അവൻ്റെ നിസ്സഹായതയേക്കാൾ വലിയൊരു നിസ്സഹായത മറ്റൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ ഈ കടൽ കയറ്റത്തിൽ പല ഘട്ടങ്ങളിലും ജീവൻ നഷ്ടമാകുന്ന മനുഷ്യർ നമുക്കറിയാം. കഴിഞ്ഞ ഏതാനും നാളുകളായി ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കാലങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നം എന്നുള്ളതാണ്. ഇതിങ്ങനെ പരാതികൾ പറയും, പല ആളുകളുടെ മുന്നിൽ അവരുടെ നിസ്സഹായാവസ്ഥ പല ഘട്ടങ്ങളിൽ എത്തിക്കും. പക്ഷേ അതൊന്നും ആരും കാണുന്നില്ല, ആരും അത് അറിയാൻ വരുന്നില്ല എന്നുള്ളതാണ്. ഈ കാണുന്നത് പോലെ തന്നെ ഒട്ടുമിക്ക ഇടങ്ങളിൽ വെള്ളം കയറി ഇവിടെയൊക്കെ നിറഞ്ഞു. ഈ ശുചിമുറി മാലിന്യവും എല്ലാം ഇങ്ങോട്ടേക്ക് ഒഴുകി ആളുകൾക്ക് ഭക്ഷണം പാകം ചെയ്യാൻ കഴിയാതെ, ഭക്ഷണം കഴിക്കാൻ പറ്റാതെ, ഒരു രീതിയിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത മനുഷ്യർ, ആ മനുഷ്യരിങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതി. ആ സ്ഥിതിയാണ് കഴിഞ്ഞ 9 ദിവസമായി ഇവരിത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ഒരു 11 മണി വരെയും വെള്ളം ഉണ്ടാകില്ല. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നീട് ഇങ്ങോട്ട് വെള്ളം
കുത്തി ഒഴുകുന്ന ഒരു അവസ്ഥയാണ്. കടൽ കയറുന്നു. ഇതുവരെ നിരന്തരം പറയുന്നുണ്ട് തങ്ങൾക്ക് കൃത്യമായ ഒരു പുലിമുട്ട് വേണം, അതല്ലെങ്കിൽ അതിന് പറ്റിയ ഒരു സംവിധാനം വേണം. ഈ മഴക്കാലമാകുമ്പോൾ ഈ മനുഷ്യർ ഈ ദുരിതം അനുഭവിക്കേണ്ടി വരുമ്പോൾ ആ ദുരിതം മുന്നേ കണ്ട് അത് അങ്ങനെ ഒരു ദുരിതം ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരുടെയും ഭാഗത്തു നിന്ന് നടത്തുന്നില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ എല്ലാ വസ്തുക്കളും ഒരു പണം കൊടുത്ത് വാങ്ങിയ മുഴുവൻ സാധനങ്ങളും നശിച്ച് ഇല്ലാതെയാകുന്ന, അത് നോക്കി നിന്ന് കരയേണ്ടി വരുന്ന മനുഷ്യൻ. ആ മനുഷ്യരെ ഈ 4 കിലോമീറ്റർ ചുറ്റളവിൽ കാണാൻ കഴിയുന്ന അത് തന്നെയാണ്. ഒട്ടുമിതാ ഈ ചേട്ടനൊക്കെ വെള്ളം കോരിയും അടുത്ത് ഒരു 3 മണി തൊട്ടുള്ള വെള്ളം കോരലാണ്. എല്ലാ മുറിയിലും കോരക്കും നട് കഴിച്ച് കഴിയുമ്പോൾ ഇപ്പോഴേ വെള്ളം മുങ്ങിക്കിടക്കാൻ ഇപ്പോഴും വെള്ളം കയറി കിടക്കുന്നത് ഒന്ന് കണ്ട് നോക്ക്. അത് തന്നെയാണ് സംഗീത. എല്ലാ സ്ഥലങ്ങളിലും വെള്ളം ഇങ്ങനെ കുത്തി ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് അങ്ങനെ വെള്ളം ഇത് കൂടുന്നതല്ലാതെ കുറയുന്നില്ല. ഇനി ഒരു 7-8 മണി വരെ ഇത് തുടരും. അത് കഴിയുമ്പോൾ പതിയെ വെള്ളം ഇറങ്ങി തുടങ്ങും. പിന്നെയും നാളെ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. എല്ലാ ദിവസവും ഇങ്ങനെ കഴിഞ്ഞ 9 ദിവസമായി ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ 9 ദിവസമായിട്ടും ഇവരിത് തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. വീടിനകത്തേക്ക് വെള്ളം കയറുന്നു. ആ വെള്ളം ഇതിങ്ങനെ എല്ലാ ദിവസവും ഇത് തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ. ആ ചേട്ടൻ വെള്ളം കോരി മടുത്ത് എന്നാണ് പുള്ളി പറയുന്നത്. കാരണം അറിയാമല്ലോ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാമല്ലോ, സ്വന്തം വീട്ടിലേക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ് ഒരു മനുഷ്യൻ ആശ്രയവും അഭയവും എല്ലാം തേടുന്നത്? അവനവൻ്റെ വീട്ടിലാണ്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും വീട്ടിൽ പോയി കുറച്ചു നേരം കിടന്നുറങ്ങാം, അല്ലെങ്കിൽ കുറച്ചു നേരം പോയി ഇരിക്കാം എന്ന് കരുതുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കടുത്ത മനുഷ്യാവകാശ ലംഘനം എന്നല്ലാതെ ഇതിനൊന്നും മറ്റൊന്നും പറയാൻ കഴിയില്ല. കാരണം ഇവർ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവർക്ക് ജീവിക്കുന്നതിന് വേണ്ടിയുള്ള ഒരവസ്ഥ സൃഷ്ടിക്കണമെന്നുള്ളത്. പക്ഷേ ഇതൊന്നും ആരുടെയും ചെവിയിൽ എത്തുന്നില്ല എന്നുള്ളതാണ്. സ്വന്തം വീട്ടിൽ നിൽക്കാൻ കഴിയുന്നില്ല, ഇരിക്കാൻ കഴിയുന്നില്ല, കിടക്കാൻ കഴിയുന്നില്ല, ഭക്ഷണം പാകം ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയുന്നതിനേക്കാൾ വലിയ ദുഃഖം, വലിയൊരു പ്രശ്നം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ? അതാണ് ഒരു വീട്ടിലേക്ക് പൂർണ്ണമായും വെള്ളം കയറി കിടക്കുന്നൊരവസ്ഥ. ഇത് തന്നെയാണ് ഒട്ടുമിക്ക വീടുകളുടെയും അവസ്ഥ എന്ന് പറയുന്നത്. ആലോചിച്ച് ശ്രദ്ധിച്ചു പോണേ. തന്നെയാണ് ഓരോ സ്ഥലങ്ങളിലേക്കും പോകുമ്പോൾ നമുക്ക് കാണാം ഓരോ വീട്ടിലേക്കും വെള്ളം കയറി ആ വീടുകളിലേക്ക് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അവരാൽ കഴിയുന്ന രീതിയിൽ ഈ വെള്ളം കയറുന്നതൊന്നും തടയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും പറ്റുന്നില്ല. കാരണം കടൽ കുത്തി ഒഴുകുകയാണ്. ഇപ്പോൾ തിരമാല ഇനി വരും മണിക്കൂറുകളിൽ ശക്തമായ തിരമാല ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പെല്ലാം നൽകിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇവിടെ അത് ശക്തമായ തിരമാല ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇവരുടെ ആവാസ വ്യവസ്ഥ, അവരുടെ നിലനിൽപ്പിനെ തന്നെ കാര്യമായി ബാധിക്കും. എല്ലാ വീടുകളിലും പ്രായമായ മനുഷ്യരും രോഗബാധിതരും ഒക്കെയുള്ള വീടുകളാണ്. ആ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരെങ്ങനെ മുന്നോട്ട് പോകും, എങ്ങനെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും? അതൊക്കെ വലിയ പ്രശ്നം മാറുന്ന ഒരു അവസ്ഥ കൂടിയാണ്. നമുക്ക് കാണാം ഒട്ടുമിക്ക വീടുകളുടെയും സ്ഥിതി ഇത് തന്നെയാണ്. വെള്ളം കയറി ആ വീടെല്ലാം നശിച്ച് ഇല്ലാതെയായി നിൽക്കുന്നൊരവസ്ഥ. കുഞ്ഞിനെയും ഒപ്പം തന്നെ അമ്മയെയും എല്ലാം, പ്രായമായ അമ്മയും കുഞ്ഞും എല്ലാവരും എന്തൊരു കഷ്ടം നിറഞ്ഞ സ്ഥിതിയാണിത്. ഒരു ഇടത്തേക്കും വരാൻ കഴിയുന്നില്ല, ഒരു സ്ഥലത്തേക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അമ്മച്ചി ചേച്ചി എല്ലാം എന്തു പറ്റി? കാല് വീണതാണ്. മുട്ടിന്റെ എല്ലിന്റെ ഇവിടെ എങ്ങോട്ടും പോകാനും പറ്റാത്ത അവസ്ഥയാണല്ലേ? ഒരിടത്തും പോകാൻ പറ്റും. കുട്ടിയുണ്ടോ? ദൃശ്യങ്ങളൊക്കെ ഒന്ന് അവർക്കൊന്ന് ഇവരൊക്കെ ഇവിടെ നിന്ന് എങ്ങോട്ട് പോകാനാണ്? ഒരു സ്ഥലം പോലും ഇല്ലാത്തൊരവസ്ഥ. കൈ കാലും അനക്കാൻ കഴിയുന്നില്ല. അതോടൊപ്പം തന്നെ ഈ ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ വെള്ളം കയറി കഴിയുമ്പോൾ എങ്ങോട്ടേക്ക് ഓടാനാണ്? നമുക്ക് തന്നെ നടന്ന് ഈ വഴി പോകാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഈ കുഞ്ഞിനെയുമായിട്ട് എങ്ങോട്ടേക്ക് പോകാനാണ്? വീട്ടിൽ ഭക്ഷണം വെക്കാൻ പറ്റില്ല. പ്രസവം കഴിഞ്ഞ് നിൽക്കുന്ന സ്ത്രീകൾ, അവരെ സംബന്ധിച്ചിടത്തോളം എണീറ്റ് ഒന്ന് നടക്കാൻ പോലും പറ്റാത്തൊരു സ്ഥിതിയാണ് പല ഘട്ടങ്ങളിലുള്ളത്. അവരൊക്കെ വളരെ വിഷമിച്ച് ആകെ എന്താ പറയണ്ടേ ഈ ഒരു ഘട്ടത്തിൽ? ഈ കാലങ്ങളായി ഇവരുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ആരെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കണം, ഈ തങ്ങളുടെ ഒരു പ്രശ്നം കേൾക്കണം. കാരണം ഒരു സമ്പാദ്യം, ഒരു ആയുസിൻ്റെ മുഴുവൻ സമ്പാദ്യം ഇങ്ങനെ കൺമുന്നിൽ ഇല്ലാതെയായി പോകുന്നത് കണ്ട് വിഷമിക്കേണ്ടി വരുന്ന മനുഷ്യൻ. ആ മനുഷ്യൻ്റെ ഒരു അവസ്ഥ ഈ കണ്ണമാലി വന്ന് നമുക്ക് നേരിട്ട് കാണാം. കഴിഞ്ഞ 4 കിലോമീറ്റർ, എത്ര കിലോമീറ്റർ വിട്ടുള്ള വണ്ടി ചേട്ടാ? എന്താ എത്ര കിലോമീറ്റർ വിട്ടുള്ളതിലുണ്ട് ഇത്? ഇത് ഒരുപാടുണ്ട്. അങ്ങോട്ട് ഇത് കണ്ണമാലി പോയാലും ഇങ്ങോട്ടേക്ക് മാറി നടക്കണോ അല്ലേ? അവിടേക്ക് കുഴിയാന്ന് തോന്നല്ലേ? ഇല്ല, അവിടെ വാട്ടർ ടാങ്ക് ഉണ്ട്. ഇത് തന്നെയാണ് വാട്ടർ ടാങ്ക്. പ്രശ്നങ്ങൾ എല്ലാം വെള്ളത്തിലായി. കുടിവെള്ളമൊന്നുമില്ല. കുടിവെള്ളമൊന്നും ആളുകൾക്ക് കിട്ടാത്തൊരു സ്ഥിതിയാണ്. ഭയങ്കര ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ സ്വാഭാവികമായും വെള്ളത്തിലേക്ക് വീഴും. അല്ലോ
ഇത് തന്നെയാണ് സംഗീതം. ഓരോ വീടിൻ്റെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. എല്ലാ വീടുകളിലേക്കും വെള്ളം കയറി പ്രായമായ മനുഷ്യരും രോഗബാധിതരായ മനുഷ്യരും എല്ലാവരും ഇങ്ങനെ തങ്ങൾക്കൊരു ആരോട് തങ്ങളുടെ വിഷമം പറയും, ആരോട് പറയാൻ, ആര് കേൾക്കാൻ, ആരും ഇങ്ങോട്ടേക്ക് വരുന്നില്ല. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇവരെ സമരത്തിൽ നിന്നൊക്കെ സമരം ചെയ്തവർക്ക് മടുത്തു. കാരണം സമരം ഇവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിരിക്കുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാലങ്ങളായി ഇത് സമരം വ്യക്തമാണ്. എന്താണെങ്കിലും ഒരു ജനതയുടെ പ്രശ്നം, ഒരു ജനതയുടെ ദുരിതം, അതാണ് ഇതുവരെ സഹിൻ ആന്റണിയും നമ്മുടെ ക്യാമറാമാനും ഏറെ കഷ്ടപ്പെട്ട് ജനങ്ങളിലേക്ക്, അധികൃതരിലേക്ക് ഒക്കെ എത്തിച്ചത്. കണ്ടമാലിയിൽ നിന്നുള്ള കാഴ്ചകളാണ്, അത് കണ്ണു നിറയ്ക്കുന്ന കാഴ്ചകൾ തന്നെയാണ്. ഏറെ ദുരിതം പേറുന്ന ഒരു ജനതയുടെ ഇപ്പോഴത്തെ അവസ്ഥ, ഈ ദിവസങ്ങളിലെ അവസ്ഥയാണ് സഹിൻ ആന്റണി ഇത്രയും സമയം കൊണ്ട് വിവരിച്ചു തന്നെ കാണിച്ചു തന്നത്.